കാച്ചിൽ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കാച്ചിലാണ്. നമുക്കേതായാലും അത് പറിച്ചെടുത്താലോ. നമുക്കിത് ഇത്രയും കാച്ചിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചെടുത്ത് പുഴുങ്ങി നോക്കാം. ഇനി ചെറിയ പീസാക്കി ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. അപ്പോൾ കാച്ചിലിതെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പുഴുങ്ങാൻ വയ്ക്കാം. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു 10 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ഇത് കാച്ചിലെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം മുഴുവനായി ഒഴിച്ചു കളയുക. ഇനി നമുക്ക് കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം. അതിന് മിക്സിയുടെ ജാറിൽ കുറച്ച് ചെറിയുള്ളിയും കാന്താരിമുളകും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല എരിവ് വേണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണയും കൂടി ഈ കൂടെ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കാച്ചിൽ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.